+1 അലോട്ട്മെന്റ് സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. മക്കളെ, അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുത അഥവാ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് അഥവാ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് എന്നിവയുടെ എല്ലാം അസൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എപ്പോൾ ഹാജരാക്കണം? അപ്ലൈ ചെയ്യുമ്പോഴല്ല, പകരം എപ്പോഴാണ് ഹാജരാക്കേണ്ടത്? നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതൊന്നും അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹാജരാക്കേണ്ടത്. അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതൊന്നും കൊണ്ടുപോകേണ്ടതില്ല. ഇനി ശ്രദ്ധിക്കണേ, SSLC ബുക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾ ഏത് കാസ്റ്റാണ്, ഏത് സമുദായമാണെന്നുള്ള കാര്യം അവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൈമിൽ കരുതേണ്ടതില്ല. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായ ഒരു സമുദായിക വിവരമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൈമിൽ കരുതാം. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ SSLC ബുക്കിൽ എന്തുണ്ട്? നിങ്ങളുടെ പ്ലേസസ് ഡേറ്റ് ഒക്കെ ഉണ്ടാവില്ല, അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന ഡീറ്റെയിൽസ് SSLC ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ SSLC ബുക്കിൽ അല്ലാത്ത ഒരു അഡ്രസ്സാണ് നിങ്ങൾക്കുള്ള അഡ്രസ്സ് എങ്കിൽ നിങ്ങൾ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കൊണ്ടുപോകണം. അത് മാത്രമല്ല, NCCക്ക് 75% ഹാജർ വന്ന NCC ഡയറക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. നിങ്ങൾ NCC എന്നുള്ളൊരു കോളം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ NCC സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? അർജന്റ് ആണ്. അത് മാത്രമല്ല, SPC ശ്രദ്ധിക്കണം, SPCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കുന്നുണ്ടെങ്കിൽ ഹാജരാക്കണം. പിന്നെ അത് മാത്രമല്ല, NTC, NMMS, LSS, USS ഇതൊക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ടിക്കറ്റ് ആണ് ചെയ്യുക. ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അലോട്ട്മെന്റ് സമയത്തല്ല, സ്കൂളിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ക്ലബ് സർട്ടിഫിക്കറ്റ്, ലിറ്റിൽ കൈറ്റ്സ് നൽകിയിട്ടുള്ള A ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, ശ്രദ്ധിക്കണം, ലിറ്റിൽ കൈറ്റ്സ് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് കേട്ടോ. അപ്പോൾ NMMS, USS, LSS സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഹാജരാക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, ക്ലബ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ EWS അല്ലെ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, അതായത് സാമ്പത്തികപരമായിട്ട് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള അതിനുള്ള വേണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. അതായത് നിങ്ങൾ EWS കാറ്റഗറി പെടുന്ന ആളാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? EWS കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. പക്ഷേ ഇതൊന്നും നിങ്ങൾ എപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല, അലോട്ട്മെന്റ് സമയത്തല്ല ഹാജരാക്കേണ്ടത്. ഇത് നിങ്ങൾ എപ്പോഴാണ്? അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഹാജരാക്കേണ്ടത്. അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ടിക്കറ്റ് ഇടാനേ ഉണ്ടാവുള്ളൂ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു സംഭവം ടിക്കറ്റ് കഴിഞ്ഞാലും ആ ടിക്കറ്റതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ നിങ്ങൾ NCC ടിക്കറ്റോ, NMMS ടിക്കറ്റോ, USS ടിക്കറ്റോ, LSS ടിക്കറ്റോ, ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തായി പോകും? പുറത്തായി പോകും. അപ്പോൾ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത്, ഏത് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, NMMS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, USSൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.